നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ എങ്ങും പ്രതിഷേധം ഉയരുകയാണ്. തൊഴിൽ രഹിതരായ യുവാക്കൾ ഒന്നടങ്കം തെരുവിലിറങ്ങിയപ്പോൾ അധികൃതർ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതാദ്യമായാണ്. ഇതിനു പിന്നാലെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ നടപടികളുമായി ഒമാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒമാൻ വൽക്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ച തൊഴിൽ മേഖലകളിലെ പ്രവാസികൾക്ക് നിലവിൽ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്നാണ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. കൊമേഴ്സ്യൽ പ്രൊമോട്ടർ, കൊമേഴ്സ്യൽ അസിസ്റ്റന്റ്, പർച്ചേസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് നിലവിൽ വിസ പുതുക്കുന്നതിന് പ്രയാസം നേരിടുന്നത്. ഇതുകൂടാതെ ഒമാൻ വൽക്കരണത്തിന് വിധേയമായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റ് ജോലികളിലേക്ക് തൊഴിൽ മാറുന്നതിന് നാട്ടിൽ പോയി പുതിയ തൊഴിൽ വിസയിൽ തിരികെ വരണമെന്ന നിബന്ധനയും അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കൊറോണ വ്യാപനത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും വിലക്ക് കൽപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇത് അത്ര എളുപ്പമാകുന്നതല്ല. അതേസമയം സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത തൊഴിൽ മേഖലകളിൽ പ്രവാസികളുടെ വിസ പുതുക്കുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമാക്കിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒമാനി വൽക്കരണത്തിന്റെ ഭാഗമായ സ്വകാര്യ മേഖലയിലെ പല ജോലികളിലും പ്രവാസികൾക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം മാത്രം സർക്കാർ സ്വകാര്യ മേഖലകളിൽ 32,000 ജോലികൾ സ്വദേശിവൽക്കരിക്കാനാണ് തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യ 3 മാസത്തിനിടെ 4,000 സർക്കാർ ജോലികൾ ഉൾപ്പെടെ 10,000 ഒമാനികൾക്ക് തൊഴിൽ നൽകിക്കഴിഞ്ഞതായി മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതേസമയം ഒമാനികളെ ജോലിക്കെടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പ്രവാസി ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള വർക്ക് പെർമിറ്റ് ഫീസിൽ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒമാനി ജീവനക്കാരുള്ള കമ്പനികളിലേക്ക് പ്രവാസികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ വിസ ഫീസിന്റെ 25% ഇളവ് ലഭിക്കുന്നത്. മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ ഒമാൻ ജീവനക്കാരുടെ എണ്ണം നിശ്ചിത ശതമാനം എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വിസ ഫീസിന്റെ 50% ഇളവ് നൽകുമെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ വിസ ഫീസിലുള്ള ഇളവ് അനുവദിക്കുമെന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഉയർന്നതും ഇടത്തരവുമായ തസ്തികകളിലും ടെക്നിക്കൽ സ്പെഷ്യലൈസ്ഡ് മേഖലകളിലും ജോലി ചെയ്യുന്നവർക്കും ഈ ഇളവുകൾ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഒമാനിൽ വിസിറ്റ് വിസയിൽ വരുന്ന സന്ദർശകർക്കും പ്രവാസികൾക്കും ഇനി തൊഴിൽ വിസയിലേക്ക് മാറുവാൻ സാധിക്കും. വിദേശികളുടെ താമസ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തി പോലീസ് കസ്റ്റംസ് IG ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മുഹ്സിൻ അൽ ഷുറൈഖി ഉത്തരവിറക്കി. ഫാമിലി ജോയിനിംഗ് വിസയിൽ വന്നവർക്കും സ്റ്റുഡന്റ് വിസയിലുള്ളവർക്കും നിശ്ചിത മാനദണ്ഡങ്ങളോടെ തൊഴിൽ വിസയിലേക്ക് മാറുവാൻ സാധിക്കും. GCC രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകുന്ന വിസിറ്റ് വിസ, സുൽത്താനേറ്റിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാൻ നൽകുന്ന വിസിറ്റ് വിസ, 10 ദിവസമോ 1 ദിവസമോ കാലാവധിയുള്ള സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസ, സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ബിസിനസ് വിസ, എക്സ്പ്രസ് വിസ, ഇൻവെസ്റ്റർ വിസ, സ്റ്റുഡന്റ് വിസ, ബോട്ടുകളിലും കപ്പലുകളിലുമുള്ള നാവികർക്ക് നൽകുന്ന വിസ, ആഡംബര ക്രൂസ് കപ്പലുകളിലെ യാത്രക്കാർക്കുള്ള വിസ, പാർപ്പിട കേന്ദ്രങ്ങളുടെ ഉടമസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകുന്ന വിസ, ഇവയെല്ലാം തൊഴിൽ വിസയിലേക്ക് മാറാനാകുമെന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പൊതുതാൽപര്യമനുസരിച്ചാണ് മാറ്റങ്ങളെന്നും പ്രവാസി താമസ നിയമവുമായി ബന്ധപ്പെട്ട രാജകീയ ഉത്തരവ് 16/95, 63/96 പ്രമേയം എന്നിവയിലാണ് ചില മാറ്റങ്ങൾ വരുത്തിയതെന്നും അധികൃതർ വ്യക്തമാക്കി. നിശ്ചിത ഫീസ് അടച്ച് ഇങ്ങനെ തൊഴിൽ പെർമിറ്റ് നേടാം. അതായത് വ്യവസ്ഥകൾ അനുസരിച്ച് തൊഴിൽ അനുമതിയോ താൽക്കാലിക തൊഴിലോ ലഭിക്കത്തക്ക രീതിയിലാണ് മാറ്റം വരിക. ബന്ധപ്പെട്ട അധികൃതരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരിക്കും ഇത്. ഈ തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.